ഹലോ ഗായ്സ്, ഇന്നൊരു ചെറിയ സൺഡേ വ്ളോഗാണ്. എനിക്കും അമ്മയ്ക്കും വസുവിനും സത്യം പറഞ്ഞാൽ സൺഡേ ഒരു റുട്ടീൻ തന്നെയുണ്ട്. എല്ലാ സൺഡേസിലും അമ്മ ഓൾമോസ്റ്റ് ഒരേ ഫുഡാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്നാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഞാനും അമ്മയും കൂടെ ഇപ്പോൾ വീട്ടിലത്തേക്ക് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി നമ്മുടെ രാമചന്ദ്രയിലോട്ട് പോവുകയാണ്. പുറത്താണെങ്കിലും ഒട്ടുക്കത്തെ വെയിൽ. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഈ ഒരു കോലത്തിലാണ് ഞാൻ പോകുന്നത്. ഈ ജാക്കറ്റ് വന്നിട്ട് നിരഞ്ജൻ എനിക്ക് പണ്ടെങ്ങാണ്ട് തന്നെയാണ്. എൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ ഗ്ലൗസ് ഉണ്ടല്ലോ, അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിട്ടുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ കൈയൊക്കെ നല്ല ടാൻ അടിച്ച്, നന്നായിട്ട് ടാൻ അടിച്ച്. കുറച്ച് കളർ ഉണ്ടായിരുന്നതാണ്, നല്ല ടാൻ അടിച്ച്. മുമ്പൊക്കെ ആയിരുന്നതിൽ ഭയങ്കര ഒരു ഇതായിരുന്നു, ഇങ്ങനെയൊക്കെ പോയ ആളുകൾ എന്ത് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ചൂട് ആലോചിക്കുമ്പോൾ അതൊന്നും ആലോചിക്കണില്ല. ഈ കൊച്ചു നമ്മൾ വന്നപ്പോൾ മുതൽ എൻ്റെ താഴെ കയറി കിടക്കുകയാണ്. ഈ സാധനം ഞാൻ സ്റ്റുഡിയോയിൽ 100 രൂപയ്ക്ക് കണ്ടിട്ട് ഞാൻ എടുത്തില്ല. ഇവിടെ വന്ന് 50 രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത് 110 രൂപ. സ്റ്റുഡിയോയിലുള്ളത് കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള സാധനമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കുറേ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, ഏതെടുക്കണം. അങ്ങനെ എനിക്ക് ഒന്നും എടുക്കാൻ തോന്നുന്നില്ല. ഇപ്പോൾ 1-2 ആയിരുന്നതിൻ്റെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അതങ്ങ് എടുത്തിട്ട് വരാമായിരുന്നു. ഇപ്പോൾ കുറേ ഇരിക്കുമ്പോൾ ഒന്നും എടുക്കാൻ തോന്നുന്നില്ല. ഇതെടുക്കട്ടോ? വേണ്ട, അതവിടെ ആക്കി. അമ്മയ്ക്ക് ഈ സാധനം ഇഷ്ടം. രാമചന്ദ്രയിൽ പോയപ്പോൾ ഞാനൊരു റേസർ വാങ്ങി. ഇനി അടുത്ത ഞാൻ ഡേറ്റിന് പോകാൻ പോവുകയാണ്. ഞാനും നിരഞ്ജനും അങ്ങനെ സൺഡേസിലൊന്നും ഡേറ്റിന് പോകാറില്ല, ഏതെങ്കിലും വർക്കിംഗ് ഡേയ്സിലായിരിക്കും. കാരണം ആകപ്പാടെ സൺഡേ ആണ് അമ്മ വീട്ടിലുള്ളത്. അപ്പം ഞാൻ മാക്സിമം വീട്ടിൽ അമ്മയുടെ കൂടെയൊക്കെ നിൽക്കാനേ നോക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ പോകുന്നത് വെച്ചു കുറേ നാളായി. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഒന്നായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഡേറ്റിനായിട്ടൊന്നും പോകാറില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും പോകുന്നത്. ലാസ്റ്റ് നമ്മൾ ഡേറ്റിന് പോയത് കഴിഞ്ഞ ഫെബ്രുവരിയിലോ അങ്ങനെ എന്തോ ആണ് ഡേറ്റ് എന്ന് പറഞ്ഞു പോയത്. അപ്പം പോയിട്ട് വന്നപ്പോൾ നല്ല ടാൻ അടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ചെയ്ത് നോക്കാം. അപ്പം ചെറിയ രീതിയിലൊരു ഇത് വരും, നമ്മുടെ ടാന് പോയൊരു ഗ്ലോ പോലെ വരും. അപ്പം ഞാൻ ചെയ്യാമെന്ന്. അപ്പം എൻ്റെ കയ്യിൽ മറ്റു ഷേവിങ് ക്രീമൊന്നുമില്ല. അപ്പോൾ ഈ അലോവേറയാണ് ഞാൻ എടുക്കണം. ഇതിന് മുന്നേ ഇത് ചെയ്യാൻ നേരം എനിക്ക് കുരുവൊക്കെ വന്നു, അങ്ങനെ ഞാൻ നിർത്തി. പക്ഷേ ഇനി എനിക്ക് കുരു വരില്ല എന്നാണ് തോന്നുന്നത്, കാരണം ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണല്ലോ. ഒന്ന് ചെയ്ത് നോക്കാം. ഈ സൈഡ് ഓക്കെ ആവണമെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ. കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മുഖത്ത് മുടിയൊന്നും ഇല്ല, അതുകൊണ്ട് ഇതെടുത്തിട്ട് വലിയ കാര്യമുണ്ടോയെന്നൊന്നും പറഞ്ഞു. ഉണ്ട് വരണേ. അങ്ങനെ കഴിഞ്ഞു. ഗ്ലോ വന്നാ ഇല്ലെന്നൊന്നും അറിഞ്ഞിട്ട്, പക്ഷേ അതിങ്ങനെ പോയപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഇനി നമുക്കിത് കുറച്ച് നേരം മുഖത്തിട്ടേക്കാം. അങ്ങനെ എന്തൊക്കെയുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അലോവേറ എന്തോ ഇടണമെന്നുള്ളത്, ഒരു ഐസ് ക്യൂബ് എന്തോ വെക്കണം, എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചുമന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ടോപ്പാണ്. കൈസ് നിരഞ്ജൻ എത്തി. എന്തോന്ന്? നമ്മളിപ്പോൾ സമുദ്ര ബീച്ചിലോട്ടാണ് പോകുന്നത്. കുറേ നാളായി അങ്ങോട്ട് പോയിട്ട്. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു എവിടെ പോകണം അങ്ങനെയെന്നൊക്കെ. അപ്പോൾ വിചാരിച്ചു നമുക്ക് സമുദ്ര ബീച്ചിൽ പോകുന്നു, കാരണം കുറേ നാളായി അങ്ങോട്ട് പോയിട്ട്. ഗൈസ്, ഐ എം റിഗ്രറ്റിംഗ് മൈ ഡിസിഷൻ. ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ട്, അവിടെ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോഷൂട്ട് തന്നെ. ഭയങ്കര തിരക്കും സൺഡേ കൂടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. സൺകിസ്റ്റ് ഇവിടെ ഭയങ്കരമായിട്ട് കടൽ കയറി. മുമ്പ് നമ്മൾ കടലിലോട്ടൊക്കെ ഇറങ്ങി കളിച്ചിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ ഇവിടെ വെച്ചാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. അവിടെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. ഇപ്പോൾ കടൽ നല്ല കയറി. ഗൈസ്, നമ്മളങ്ങനെ സമുദ്രയിൽ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്, കാരണം വ്ളോഗ് എടുത്തുകൊണ്ടൊന്നും എനിക്ക് ആ മൊമെൻറ്റിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ സീ യു, ബൈ.